അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമാണ്, അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേർക്കും ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരു പ്രതീക്ഷയോടെയുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലേ? ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും ഒരു റീയൂണിയൻ വളരെ ആഴത്തിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സെപ്പറേഷനാണ് നിങ്ങൾക്കിടയിലുള്ളത്. അതായത് ഈ മൂവ് ഓൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള നിമിഷങ്ങളിൽ പോലും നിങ്ങൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. സോറി. ഈ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ് ടൈമിൽ വളരെ സ്ട്രോങ് അല്ലെങ്കിൽ വളരെ ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പോലും ഈ റിലേഷൻഷിപ്പ് തിരികെ വരുമെന്നുള്ള വളരെ അധികമുള്ള എക്സ്പെക്റ്റേഷനിലാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ വെൽവിഷറാണ്. ഈവൻ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ആ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നത്, ചിന്തിക്കുന്നത്. മേ ബി നിങ്ങളായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ആയിട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്ട്രോങ് ഫീലിങ്സ് ആണുള്ളത്. ദാറ്റ് മീൻസ് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ആ വ്യക്തിക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്നേഹം, അതായത് ഓവർ ഫ്ലോയിങ് ലവ് അവരുടെ ഹൃദയത്തിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രയധികം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു സമയത്ത് ഇത്രയധികമുള്ള സ്നേഹം നിങ്ങളിലേക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത്രയധികം ആഴത്തിലുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറണം എന്ന് ആ വ്യക്തി ഡ്രീം ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ, ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി പഴയ രീതിയിലുള്ള ആ ഒരു സന്തോഷം, ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ് എല്ലാം തിരിച്ചു വരണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആ വ്യക്തിയുടെ ഡ്രീംസിൽ ഉള്ളതും. ഓക്കെ. എപ്പോഴും ഈ വ്യക്തി സ്വപ്നം കാണുന്നത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി നിങ്ങൾ റീയൂണിയൻ ഉണ്ടായി എന്നുള്ള ഒരു തോട്ടാണ് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വേദനയോട് കൂടിയാണ് ആ വ്യക്തി പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒരുപാട് ആ വ്യക്തിയെ ഇങ്ങനെ കൂട്ടിലടയ്ക്കപ്പെട്ടതുപോലുള്ള അവസ്ഥയിലായിരിക്കാം. മേ ബി ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് അങ്ങനെയുള്ളതായിരിക്കാം. ആ വ്യക്തിക്ക് എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ച് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത അത്രവണ്ണം ഉള്ള സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടാവാം. എങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ വ്യക്തി ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഓക്കെ. അവർക്ക് നിങ്ങളോട് വളരെ ആഴത്തിലുള്ളൊരു സ്നേഹമാണ്. അവർ നിങ്ങളെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ അവരോടൊപ്പമുള്ളതായിട്ട് അവർ കരുതുന്നുണ്ട്. കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അവർ ഒരുപാട് സിൻസിയറായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. മെഡിറ്റേഷൻ, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്കും സെയിം ഫീലിംഗ് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു മെഡിറ്റേഷൻ നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾ ചെയ്യുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും ഈ സെപ്പറേഷനിൽ ഇരിക്കുന്ന ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട് വളരെ ശ്രമകരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരില്ലാതെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്കോ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത വണ്ണം നിങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിട്ടുണ്ട്. അത്രമേൽ ആഴത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഇത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.
തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ജീവിത പങ്കാളി ആയിട്ടാണ് അവർ ഡ്രീം ചെയ്യുന്നത്. അവരുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അവർ കാണുന്നത് നിങ്ങളെ തന്നെയാണ് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. വാട്ട് ദേ ആർ ഡ്രീമിങ് അബൌട്ട് യു. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. വാട്ട് ദേ ആർ ഡ്രീമിങ് അബൌട്ട് യു. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഏകാന്തത അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവാം. മേ ബി ഇത് നിങ്ങൾക്കും ഈ സെയിം ഫീലിംഗ് ആയിരിക്കാം. അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഏതൊരു സമയത്തും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഉള്ളതായിട്ടൊരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അവരത് എക്സ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ട്വിൻ ഫ്ലെയിം ഈസ് നിയർ. ഈ ഒരു പേഴ്സൺ കൂടുതൽ പേർക്കും അവരുടെ ട്വിൻ ഫ്ലെയിം ആണെന്നാണ് ഇവിടെ കാണുന്നത്. കുറച്ച് പേർക്ക് സോൾമേറ്റ് എനർജി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു പാഷനാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ് ആണ് എന്നവർ ചിന്തിക്കുന്ന സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ഈ സെപ്പറേഷനിലൂടെ അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്, നിങ്ങളുടെ ലവ് എന്താണ് എന്നെല്ലാം അവർ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, മേ ബി പലർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയിരിക്കാം. ഒരുപാട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ യൂണിയൻ ചെയ്യാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. മേ ബി ഇത് ഇന്റർകാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടും കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഭയമുള്ളതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് യെസ്, ഒരുപാട് ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നത്. മേ ബി പലർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആവാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നത്. അതായത് ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇപ്പോൾ ഈ സെപ്പറേഷനിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്തുമാത്രമാണ് നിങ്ങൾക്ക് ആ പെയിൻ ഉണ്ടാവുന്നത്, എത്രമാത്രമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നത്, അതിൻ്റെ ആഴം എല്ലാം മനസ്സിലാക്കാനും നിങ്ങൾ വീണ്ടും ഈ ഒരു ചേഞ്ചിലൂടെ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു സാഹചര്യമാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ,